എല്ലാ പ്രേക്ഷകർക്കും ഇമ്മിണി വലിയൊരു ഫാനിലേക്ക് സ്വാഗതം. കയ്യിൽ കാടൊക്കെ ആയിട്ട് അത് നിങ്ങൾക്കുള്ള പണിയാ. അയ്യോ പണിയല്ല, ചോദ്യം. കൊറേ കാലമായല്ലോ ഈ ജീപ്പിലൊക്കെ ഒപ്പൊക്കെ ഇരിക്കുന്നു, ഭയങ്കര കെമിസ്ട്രി ആണെന്നൊക്കെ ഞാൻ കണ്ടു. സോ നിങ്ങൾക്കുള്ളൊരു ടാസ്ക് എന്താണ്? ഒരു കോമഡി ക്വസ്റ്റ്യൻ. കുസൃതി ചോദ്യമാണ്, ചളുവാണ്. അപ്പൊ ആ ഒരു ലെവലിൽ വേണം ചോദ്യം ചോദിക്കാൻ പോകുന്നത് പറഞ്ഞത്. ചളുവാന്ന് നോക്കി മനസ്സിലായി. ഞാൻ ചോദിക്കുന്നുണ്ടല്ലേ. പാമ്പന്റെ മക്കൾ രണ്ടും കണക്കാണെന്ന് അറിയാലോ. പറയൂ. ഓക്കെ, ഒരാള് കുളിക്കായിരുന്നു. എന്നിട്ട് ചാനാണോ പെണ്ണാണോ? ആൻസർ പറയണം. ഇത്രയൊക്കെ മാസ് ആൻസർ പറയണം കേട്ടോ. ഒരാള് കുളിക്കായിരുന്നു, പെട്ടെന്ന് വലിയൊരു വീഴ്ച വീണു. നല്ല വീഴ്ചയായിരുന്നു. ബക്കറ്റിന് മേലെ വീണു. ബക്കറ്റ് ഒക്കെ തുണ്ടായി. പ്ലാസ്റ്റിക് ആയിരിക്കുമല്ലോ ഒബ്വിയസ്ലി. എന്നിട്ട് എന്ത് ചെയ്തു? ഈ ബക്കറ്റ് പീസൊക്കെ എടുത്തിട്ട് ഡോക്ടറിന്റെ അടുത്ത് പോയി ഇത് നേരാക്കാൻ. വൈ? അതെ, അതെന്തുകൊണ്ട്? അയാൾ വിവേക് ചേട്ടനായിരുന്നു. അതുകൊണ്ട് ഇങ്ങനത്തെ പട്ടത്തിനൊക്കെ കുളിക്കുന്ന അല്ല, അതും കുറച്ച് മാച്ചിങ് ആണ്. പക്ഷെ അതല്ല. ബക്കറ്റ് കൊണ്ട് ഡോക്ടർ എടുത്ത് ആലോചിക്ക്. ബക്കറ്റ് പൊട്ടി, അതെടുത്തു ഡോക്ടറെ അടുത്ത് പോയി. അയാൾക്കല്ല, ബക്കറ്റിനെ ശരിയാക്കാൻ വേണ്ടിട്ട്. എന്തോ വലിയ പണ്ടത്തരാണ്. കുറച്ച് ബുദ്ധിയൊക്കെ വേണം, എന്നാലേ കിട്ടുള്ളൂ. എനിക്കതില്ല. പാസ് പറഞ്ഞേക്ക് കിട്ടില്ല. പാസ്. തല്ലരുത്. അതാണോ ഉത്തരം? അല്ല, ഡോക്ടർ ഒരു പ്ലാസ്റ്റിക് സർജൻ ആയിരുന്നു. പ്ലാസ്റ്റിക് ബക്കറ്റ്. ദൈവമേ, ശരിക്കും മാമന്റെ മക്കളാണ്. നീ വാ, ഞാൻ വഴി കാണിച്ചു തരാം. വെളിയില് വണ്ടിയും പറഞ്ഞു നിർത്തിയിരിക്കുന്നു. ഞാൻ ചളുവാണെന്ന് ആദ്യം പറഞ്ഞോണ്ട് നിങ്ങൾ ഇങ്ങനെ മാസര് പിടിച്ചേക്കില്ലേ? ചിരിക്കണം ഇതിനൊക്കെ. ചളുവിന് ഒരു പരിധിയുണ്ട്, പക്ഷെ ഇത് അപ്പൊ ഇതാർക്കും ഇഷ്ടമില്ല. ഇല്ല. ശരി, അപ്പൊ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, അമ്മുവിനെ കുറിച്ചാണ് വിവേകേട്ടൻ ആൻസർ ചെയ്യണം. ഓക്കെ. കറുത്ത പക്ഷികൾ എന്ന സിനിമ അമ്മു അഭിനയിച്ചു. അതിൽ അമ്മുടെ കഥാപാത്രത്തിന്റെ പേരെന്താ? എന്താണ്? നോ വിവേകേട്ട, ഇങ്ങോട്ട് ആൻസർ. കം ഓൺ. മല്ലി. You know? Yeah. എന്താ ദൈവമേ. You told him, no? No, I didn't. അത് കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞിരുന്നല്ലേ. സൂപ്പർ. ഓക്കെ, ഇനി സൗഭാഗ്യ ചേച്ചിക്ക് ചോദിക്കാം. അമ്മുവിന് സെക്കൻഡ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് ഏത് മൂവിക്കാ? അതും കഴിഞ്ഞ എപ്പിസോഡിൽ. So tough. ഊമക്കുയിൽ. ഊമക്കുയിൽ പാടുമ്പോൾ. I'm so happy. So emotional. ഓക്കെ, അമ്മു, ഇനി അമ്മുവിനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ജീപ്പിലിരിക്കുന്ന 2 പേരുടെയും ബർത്ത്ഡേ അടുത്തടുത്ത ദിവസങ്ങളിലാണ്. ഏതൊക്കെയാണ് ദിവസങ്ങൾ? വിവേകേട്ടൻ വന്നിട്ട് April 3rd. ഫസ്റ്റ് എന്ന് പറഞ്ഞ പാടി ഞാൻ അല്ല, April 3rd. ചൗ വന്നിട്ട് April 5th. ഇനി എന്റെ ബർത്ത്ഡേ പറ. June 20th. No? 22. June 20th. ഇല്ല, പറയണേ. June 23rd. Sorry, അമ്മു. ഞാൻ വേണമെങ്കിൽ ഇമ്പോസിഷൻ എഴുതാം. അമ്മു, എന്റെ ബർത്ത്ഡേ ജൂണിലാണ് കേട്ടോ. Oh really? June 2nd. Oh wow. June connection. Oh, 2 April 2 June. High five. High five. Okay, next question. ഇനി വിവേകേട്ടൻ പറയാ. സൗഭാഗ്യ ചേച്ചി പഠിച്ച കോളേജ് അതേത് കോളേജ്? കോളേജ് നെയിം? കോളേജ് പഠിച്ചിട്ടില്ല. അങ്ങനൊന്നും പറയരുത്. നല്ല അടിപൊളി. അവർക്കറിയാം, എന്നാലും പഠിച്ചിട്ടുണ്ട്. പോലെ ആ ഒരു സമാധാനത്തിൽ. ഏത് കോളേജ്? അതാണ് ക്വസ്റ്റ്യൻ. മാർവാനിയസ്. എനിക്കിപ്പോ മനസ്സിലായി വിവേക് എന്റെ അടുത്തുള്ള സ്നേഹം. എനിക്കറിയാം. RLB കോളേജ്. അവിടെ പഠിച്ചോ? അതിനുശേഷം അവിടെ പഠിച്ചിട്ടുള്ളൂ. അറിയായിരുന്നു. പിന്നെ എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു. വിട്ടുകൊടുത്താണെന്ന് അമ്മുന്റെ ബർത്ത്ഡേ നമ്മളൊക്കെ തെറ്റിച്ച് പറഞ്ഞിട്ട് അമ്മുവിന് സന്തോഷം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വിട്ടത്. അതൊന്നല്ല, വിവേക് ഒന്നും അറിയില്ല. ഓക്കെ, ഇനി വിവേകേട്ടനെ കുറിച്ചുള്ള ചോദ്യമാണ്. സൗഭാഗ്യ ചേച്ചി പറയാം. ഭയങ്കര പാടായിരിക്കും അതൊക്കെ.
വിവേകേട്ടന്റെ മകന്റെ പേരെന്താ? ഓഫ്, അയ്യോ എനിക്ക് ജൂനിയർ വിവേക് ഗോപലിനെ അറിയായിരുന്നു. പക്ഷേ എനിക്ക് സത്യമായിട്ടും എനിക്കറിയില്ല, പേരറിയില്ല. ജൂനിയർ വിവേകിനെ അറിയാവുള്ളൂ എനിക്ക്. അയ്യോ അറിയില്ല? ഇല്ല, ഞാൻ ജൂനിയർ വിവേക് എന്നാ വിളിക്കുന്നത്, എനിക്കറിയില്ല. അറിയും. അമ്മു കമോൺ, അമ്മു സ്കോറിംഗ്. അത് വീട്ടിൽ വിളിക്കുന്ന പേര്, യഥാർത്ഥ പേര് വിവേക്. യെസ്, കറക്റ്റ്. സിദ്ധുന്ന് ഞാൻ ഊഹിച്ചു. ഞാനല്ല ആദ്യം പറഞ്ഞത്. സ്കോർ ചെയ്തത് I am so brilliant. ഐ ആം സച്ച് എ കോപ്പി ക്യാറ്റ്. ഇല്ല, ജൂണില് പിറന്നവരൊക്കെ അങ്ങനെയാണ്. We are so brilliant. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. നോ, വിവേകേട്ടനല്ല. ഇനി അമ്മുനെല്ലാം അറിയാ തോന്നുന്നു. അമ്മുൻ ചോദിക്കണോ? സൗഭാഗ്യ ചേച്ചിക്ക് ഒന്നുകൂടി തരട്ടെ. ധൈര്യമായിട്ട് കൊടുത്തു. വിവേകേട്ടനെ കുറിച്ച് കത്തേ പറയണേ. വിവേകേട്ടന്റെ ഫസ്റ്റ് ഫിലിം അറബി മൊട്ടകോ. Correct. വിവേകേട്ടൻ ശരിയല്ല. വളരെ വളരെ ശരിയാണ്. അടിപൊളി. എന്തായാലും നന്നായി ആൻസർ ചെയ്തു എല്ലാവരും. കൂടുതൽ ആൻസർ ചെയ്തു. അതെ, അമ്മു ആണ് വിന്നർ. അല്ല, വിന്നറിനൊന്നുമില്ലേ? വിന്നറിന് ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ഉണ്ടാവും. അല്ല, വേണ്ട, വിന്നർ ആയാ മതി. ഫാൻ പെർഫോമൻസ് പറഞ്ഞ. ഓ, ശരി. അത് വിന്നറിന് ഡെഡിക്കേറ്റ് ചെയ്തായിരിക്കും. ഓക്കെ, അടുത്ത ഫാനെ വിളിക്കാം. റെഡി? ഇന്നത്തെ എപ്പിസോഡിലെ ഇമ്മിണി വലിയൊരു ഫാനെ സ്വാഗതം ചെയ്യാം. ശിവ. ശിവ, ശരിക്കും ഒരു കുട്ടി രേവതി മേമായി മാറിക്കൊണ്ടിരിക്കുകയാണ് തോന്നുന്നു. ശിവ ഫുൾ സാരിയിലൊക്കെ ആയിട്ട് അടിപൊളിയുണ്ട്. അതുപോലെ ആ പാറ്റേൺ കണ്ടിട്ട് എനിക്ക് ഏതൊരു ഓഫീസറുടെ പോലത്തെ ഒരു കളക്ടറോ IAS അങ്ങനെ എന്തോ ആണ്. ആണോ? ആണ്. ഏത് മൂവിയാണ് ശിവ? അദ്വൈതം. ശിവ, ഫ്രണ്ട്സിന് ഏത് ജഡ്ജിനെ ഏറ്റവും ഇഷ്ടം? അങ്ങനെയൊന്നുമില്ല, എല്ലാരെയും ഇഷ്ടമാണ്. ഞാൻ പ്രതീക്ഷ അമ്മു എന്ന് പറയുന്നത് ലൈക് ക്യൂട്ട് ആയതുകൊണ്ട് മേ ബി ഫ്രണ്ട്സിനൊക്കെ അമ്മുവിന്റെ അട്രാക്ഷൻ ഉണ്ടാവും. എല്ലാരും ഇഷ്ടം. അമ്മാവന്റെ മോളെ നമ്മളൊന്നും ക്യൂട്ടല്ലേ? അമ്മു സൂപ്പർ ക്യൂട്ടാണ്. നിങ്ങളൊക്കെ ക്യൂട്ടാണ്. ഹാൻസം, ബ്യൂട്ടിഫുൾ, ക്യൂട്ട്. ഗോർജിയസ് റിംഷ. താങ്ക് യു റിംഷ. അതെ, താങ്ക് യു റിംഷ. ഗോർജിയസ് റിംഷ എന്നൊക്കെ. ഇപ്പൊ എന്താ ഇവിടെ നടക്കുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തൽ മത്സരം. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? എന്റെ ബെസ്റ്റ് ഫ്രണ്ട് രണ്ടുപേരുണ്ട്. അല്ല, 3 പേരാ. ദിയ, ജുവൈരിയ, ജുവൽ. ജുവൈരിയ, ജുവൽ. അതൊന്ന് പറഞ്ഞേ വിവേക് ചേട്ടാ പേര്. എന്റെ പറഞ്ഞേ. സൗഭാഗ്യം പറയാൻ പറ്റില്ല. ഇല്ല, ചേർന്നല്ലേ മറ്റേ നാക്ക് തിരിയാത്ത. പിന്നെ എന്താണ്? ജുവൈരിയ. ജുവൈദിയ. ഞാൻ പറഞ്ഞില്ലേ? ജുവൈദിയ. കേക്കാത്ത കുഴപ്പം. അത് കേട്ടില്ല. ദിയ, ജുവൈരിയ, ജുവൽ. ഒന്നുകൂടെ ആ പേര് കുറച്ചുകൂടെ കട്ട് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞ ജിയ ജുവൽ അല്ലേ? ഇങ്ങനെ പറഞ്ഞ. പിന്നെ എന്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒരു ഹായ് പറയാം. നമ്മളെ ശിവയുടെ എല്ലാ ഫ്രണ്ട്സിനും ഒരു ഹായ്. പ്രത്യേകിച്ച് മറ്റേ ജുവൈരിയ. അപ്പൊ ശിവ, ഓൾ ദി ബെസ്റ്റ്. മഴവിൽ കൊതുമ്പിലേറി വന്ന വെണ്ണിലാക്കിളി, കദളി വനങ്ങൾ താണ്ടി വന്നതെന്തിനാണു നീ? മിഴിനീർക്കിനാവിലൂർന്നതെന്തേ സത്യം പറഞ്ഞ നിന്നെ ഒന്ന് കണ്ട് സ്വസ്ഥമായി തിരുവരെ സൊല്ലാൻ നേടിയ ഞാൻ വന്ന ഇതുപോലൊരു ചാൻസ് എനിക്ക് കിട്ടിയെന്ന് വരില്ല. പിന്നെ എങ്ങനെയൊക്കെയാ നമ്മുടെ പ്രോഗ്രാം? എപ്പോഴാണ് നമ്മുടെ കല്യാണം? ഇത് അച്ഛനോട് പറഞ്ഞ എങ്ങനെ എനിക്കെന്നറിയോ? ആ, കൊറേ ഞാൻ സഹിക്കും. അത് കഴിഞ്ഞാൽ നിന്റെ മൂപ്പിലേതാ ഇങ്ങനെ. അത് കഴിയുമ്പോ അച്ഛൻ എന്താ ചെയ്യാന്നറിയോ? പോലീസിനെ വിളിക്കും. പിന്നെ പോലീസ് എന്നെ ഒരു പുല്ലും ചെയ്യാനില്ല. ഇല്ല, കാണാം. അവരുടെ കൈ കിട്ടി എങ്ങനെ ഇരിക്കുന്നറിയോ? അടിച്ച വലിയ പൊളിയാക്കും. നിന്നെ കെട്ടുന്ന കാര്യത്തിൽ എനിക്ക് ഒരു പേടിയില്ല. ഏത് പോലീസായാലും എന്നെ തൊടാൻ വിടില്ല. തീർച്ചയായിട്ടും കല്യാണക്കാരൻ വന്ന് പുലിവാലാക്കണ്ട. എന്റെ ജോലിയൊക്കെ ശരിയാട്ടെ. തീരെ സമ്മതിച്ചില്ലെങ്കിൽ നമുക്ക് രണ്ടാക്കൂടെ എങ്ങോട്ടെങ്കിലും ഇതെങ്ങനെ. ഇതൊരു ഒളിച്ചോട്ടത്തിൽ അവസാനിക്കുന്ന ലക്ഷണമേ ഉള്ളൂ. വെറുതെ ഇരുന്ന് എന്നെ പിടിച്ചോടുന്നുള്ള അടി ഇടിയൊക്കെ വാങ്ങി തന്നിട്ട് ഒറ്റക്കിരുന്ന് ഒലിപ്പിക്കല്ലേ? പ്രേമിക്കാൻ കണ്ടൊരു നേരം വേണോ? ഇല്ല കൊച്ചെ
പോലീസ് ഇറങ്ങി കഴിഞ്ഞു. ഉടനടി ഇവിടെ രക്ഷപ്പെട്ടില്ലെങ്കിൽ അവർ പല്ലും നഖവും പോലും ബാക്കി. ഒരു സെക്കൻഡ് വെളിയിലോട്ടേക്ക്. പുറത്ത് ഇങ്ങനെ ഭീകരമായ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുമ്പോ സ്വച്ഛന്തമായി ശൃംഗരിക്കാൻ വേറൊരു അവസരം കിട്ടിയെന്നല്ല. അതുകൊണ്ട് എളുപ്പം ഒരു പോലീസിന് അടുത്തെത്തി കഴിഞ്ഞു. ഒരു സെക്കൻഡ് ഒന്ന് വെളിയിൽ നിൽക്കണേ. ഒന്ന് ശിവ, പോലീസ് എത്തി. നീ ഇവിടെ ഉമ്മ വെച്ച് കളിക്കില്ലേ? വാസു, ഒരു മിനിറ്റ് പ്ലീസ്, ഒന്ന് നിൽക്കാൻ. എന്ന് എളുപ്പം തന്നെ മനുഷ്യന്റെ ക്ഷമയ്ക്കൊരു അതിലുണ്ട്. നിനക്ക് കഴിക്കും. ഇവനെ നൊപ്പ കാണിച്ചു തരാം. Yes, come in. വാ. ഓടിക്കോ. ഓ, സാറ് വന്നോ? സത്യപ്രതിജ്ഞയ്ക്ക് പോലും കാണാത്തപ്പോ ഞാൻ വിചാരിച്ചു ഇവിടുത്തെ ഉദ്യോഗം രാജിവെച്ചു പോയെന്ന്. കള്ളുകൂടിയനും തെമ്മാടിയുമായ ഒരുത്തന്റെ മുന്നിലേക്ക് ഇങ്ങനെ വരേണ്ട ഗതികേടോർത്ത്. അല്ലെങ്കിൽ അന്ന് എന്നെ പോലീസിന് ഒറ്റിക്കൊടുത്ത കുറ്റബോധം കൊണ്ട്. മിസ്റ്റർ ചെയർമാൻ, ഐ ആം നോട്ട് ഹിയർ ടു ടേക്ക് യുവർ പേഴ്സണൽ എഡ്ജ് ഓഫ് ഇവന്റ്സ്. ഒഫീഷ്യൽ ഡ്യൂട്ടിയിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ചെയർമാന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് കേൾക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ ചിലത് പറയണം. ക്ഷേത്രാചാരങ്ങളും ആരാധനാക്രമങ്ങളും പഠിക്കാതെ ചെയർമാൻ തനിച്ചെടുത്ത തീരുമാനങ്ങളിൽ ആക്ഷേപമുണ്ട്. ഏതവന്റെ ആക്ഷേപം? എനിക്കത് പ്രശ്നമല്ല. പഠിപ്പിന്റെ കാര്യമാണെങ്കിൽ ഇയാളെ പോലെ IAS ബിരുദവും സബ് കളക്ടർ പദവിയും ഒന്നും ഇല്ലെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട്. ഇവിടുത്തെ ഭരണം എങ്ങനെ നടത്തണമെന്ന് എനിക്കറിയാം. തനിച്ച് കഴിയാൻ തോന്നില്ല, പ്രത്യേകിച്ചും ക്ഷേത്രത്തിനകത്ത്. അതിന് അധികാരപ്പെട്ടവർ വേറെയുണ്ട്. ഈ ജോലി തന്നെ വിട്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുക. നിങ്ങളൊക്കെ ഭീരുക്കളാണ്. വാസു എന്റെ കൂടെ നിൽക്കൂ. ദേവസ്വം ചെയർമാന്റെ നിർദ്ദേശപ്രകാരം തിരുവാഭരണം മോഷിച്ചത് വാസുവാണെന്ന് കോടതി പറയൂ. ഒരു മാപ്പ് സാക്ഷിയായി മാറിയാ മതി. ഞാൻ ചെയ്യില്ല സർ. ആദ്യം സാർ വിളിയെ നിർത്തൂ. ഓഫീസിന് മതി ബഹുമാനം ഭക്തിയൊക്കെ. നീയും നിന്റെ കുടുംബക്കാരൻ ചേർന്ന് കുഞ്ഞിലെ മുതൽ കുത്തിയെ നോവിച്ചില്ല ശിവനെ നിലയിലാക്കിയത്. അവസാനം IAS പദവി കിട്ടിയപ്പോ ഭർത്താവാകാനുള്ള അന്തസ്ത് കാമുകന് പോരാൻ തോന്നിയപ്പോ പോലീസിന് അവൻ ഒറ്റിക്കൊടുത്തു. അതാണ് നീ ചെയ്ത ഏറ്റവും വലിയ ക്രൂരത. ഒരു നല്ല ജീവിതത്തെ കുറിച്ചുള്ള ശിവന്റെ ഏക പ്രതീക്ഷ നീയായിരുന്നു. അവിടെയാണ് അവൻ തകർന്നു പോയത്. ഇനി ഞാൻ കൂടി ചർച്ച പൂർത്തിയായി. നീതി ന്യായമൊക്കെ എന്തു ആയിക്കോട്ടെ, അവനെ നഷ്ടപ്പെട്ടുകൊണ്ട് എനിക്കൊന്നും ആവണ്ട. സ്നേഹിക്കുന്ന പുരുഷൻ മറ്റൊരു പെണ്ണിന്റെ ഗർഭത്തിന് ഉത്തരവാദിയാണെന്ന് അറിയുമ്പോ ഏത് പെണ്ണും ചെയ്യുന്നതേ ഞാനും ചെയ്തുള്ളൂ. രക്ഷപ്പെടാൻ ശ്രമിക്കണ്ട. കാർത്തി തന്നെയാണ് എന്നോട് പറഞ്ഞത്. ഞാനത് വിശ്വസിക്കില്ല. എങ്കിലെ കുഞ്ഞെവിടെ? പോലീസ് അവളെ ഒരുപാട് ഉപദ്രവിച്ചെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, നിന്നെ അവൻ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു എന്ന് എനിക്കറിയാം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് നുണ അവനെ വഴിയുള്ളൂ. രോഷവും വീര്യവും വിപ്ലവവും ഒക്കെ നശിച്ച് കാർത്തി ഇപ്പൊ ജയിലിലുണ്ട്. ഇപ്പോഴും അന്ന് പറഞ്ഞത് സത്യമാണെന്നുള്ള പറഞ്ഞാൽ ലക്ഷ്മി പറയുന്ന എന്ത് ഞാൻ ചെയ്യാം. ഒരിക്കലും കാണില്ലെന്നാ ഞാൻ കരുതിയത്. ഈ അഴികൾ തടയുന്നുകൊണ്ടാ. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് കാണുമായിരുന്നു. എന്റെ മനസ്സമാധാനത്തിന് വേണ്ടിയാ ഞാൻ തുറന്നു പറയുന്നത്. നിങ്ങളിൽ നിന്നും ശിവേട്ടനെ അകറ്റേണ്ടത് പാർട്ടിയുടെ ആവശ്യമായിരുന്നു. അതിനെന്നെയാണ് അവർ നിയോഗിച്ചത്. പിന്നീട് അടുത്തപ്പോ എന്റെ മനസ്സിൽ ഒത്തിരി വേണ്ടാത്ത മോഹങ്ങൾ വളർന്നു. പക്ഷേ ശിവേട്ടന്റെ മനസ്സിൽ നിങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ ഒന്നിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ശിവേട്ടൻ ഈ നിലയിൽ അധപ്പതിക്കില്ലായിരുന്നു. സാരമില്ല മോളെ, കഴിഞ്ഞതൊക്കെ പോട്ടെ. ഇപ്പോഴെങ്കിലും എല്ലാം കലങ്ങി തെളിഞ്ഞില്ലേ? കരയണ്ട. വരാനുള്ളതൊന്നും വഴി തങ്ങില്ല എന്ന് വിശ്വസിക്കുന്ന ആളാ ഞാൻ. എനിക്ക് ലക്ഷ്മിയോട് ദേഷ്യമൊന്നുമില്ല. എന്നോടായിക്കോളൂ, പക്ഷെ വാസുവിനോട്. അവന്റെ കാര്യം എനിക്ക് കേൾക്കണ്ട. ഇത്രയൊക്കെ കേൾക്കാൻ ക്ഷമാണിച്ച ശിവൻ അതുകൂടി കേൾക്കണം. പാവാണ് വാസു. വിങ്ങി പൊട്ടുന്ന മനസ്സുമായി ശിവനെ നഷ്ടപ്പെട്ടൊന്നും നേണ്ടാന്ന് പറഞ്ഞ് രാജിക്കത്തുമായി എൻ്റെ അടുത്ത് വന്നിരുന്നു. ഞാനാ തടഞ്ഞത്. എല്ലാ തെറ്റും ഞങ്ങളല്ലേ ഏറ്റു പറയുമ്പോൾ അതിലൊക്കെ ഒരു ചെറിയ പങ്ക് ശിവനും ഇല്ലേ? ആര് വേണേ വരത്തോളൂ, ആരോട് വേണമെങ്കിലും പക വെച്ചോളൂ. പക്ഷെ വാസു ശിവനെന്ന് വെച്ചയക്ക് ജീവനാണ്. ഇനി അയാളെ വേദനിപ്പിക്കരുത്. ആ രാജിക്കത്ത് ഞാൻ സ്വീകരിച്ചോളാം. അത് ശരി, കൂടെ കൂടെ ഉള്ള സൗന്ദര്യ പണക്കാവും നിങ്ങൾ തമ്മിൽ ഞാൻ വിചാരിച്ചിരുന്നത്. ഇപ്പൊ ഇറങ്ങണം അവിടെ നിന്ന്. അവനില്ലാതെ പടികാരി വന്നാൽ ദാഹിച്ച വെള്ളം. അമ്മ ചൂടാവണ്ട, അവനെ കൊണ്ടേ ഞാൻ വരും. ദേ ഇതിനുകൂടെ ഉത്തരം പറഞ്ഞിട്ട് പോ. ഈടാ അവന്റെ ഒരു ചിങ്കാര ചിരി. വാസുവിന്റെ കൊലപാതകവും അമ്മയുടെ മരണവും ജയിൽവാസവും കടന്ന് കാലം ശിവനെ സാത്വിക രൂപത്തിൽ ഈ നാട്ടിലെത്തിച്ചു. സംഗ്രമം, ഉദയ സംഗ്രമം, പ്രണവതാളത്തിലുണരുന്നിതാ. ബോംബ് വെച്ച് കൊല്ലാനാണ് പ്ലാൻ. ചർച്ചിലോടെന്നൊക്കെ പറയുന്നത് കേട്ടു. ആരാണ് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. ഇക്കാര്യം ഇവിടെ വന്ന് പറഞ്ഞു എന്നറിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടുണ്ടാവൂല. എങ്ങനെയെങ്കിലും സാവിയെ രക്ഷിക്കണം. ഹലോ കൺട്രോൾ റൂം, ഇന്ന് രാത്രി തൊട്ട് രഥം പോകുന്ന റൂട്ടിൽ എവറി 100 മീറ്റേഴ്സ് ഒരു കോൺസ്റ്റബിൾ വീതം പോസ്റ്റ് ചെയ്തിരിക്കണം. എവിടെ നിങ്ങളുടെ DIG? ആരാ പറഞ്ഞത്? ആരോട്
ചോദിച്ചിട്ടേ തോന്നിയാസം കാണിച്ചത്? എനിക്കറിയില്ല സർ, മന്ത്രിയുടെ കൂടെ ഓർഡറാണ് സർ. ഞാൻ സമ്മതിക്കില്ല. ഹലോ ഹലോ, എല്ലാം പരിശോധിച്ചോ? സർ, ഇദ്ദേഹം സമ്മതിക്കുന്നില്ല. ഇയാൾ ആരാത് പറയാൻ? സെക്യൂരിറ്റി മെഷേഴ്സിന് വേണ്ടി എവിടെ എങ്ങനെയും പരിശോധിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. മര്യാദയ്ക്ക് കേട്ടില്ലെങ്കിൽ ഫോഴ്സ് ബേസ് ചെയ്യേണ്ടി വരും. ക്യാരി ഓൺ. ക്ഷമിക്കണം, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? നാളത്തെ ശാന്തിയാത്രയിൽ കുഴപ്പമുണ്ടാക്കാൻ ചിലർ ശ്രമിക്കുന്നതായി അറിഞ്ഞു. ജീവൻ തന്നെ എന്റെ? അപകടപ്പെടുത്താം. അതെ, ഈ സിറ്റുവേഷനകത്ത് സെക്യൂരിറ്റി അറേഞ്ച് ചെയ്യാൻ എനിക്ക് സമയം വേണം. 24 മണിക്കൂറെങ്കിലും. ഒരു ദിവസത്തേക്ക് ഈ യാത്ര മാറ്റിവെക്കണമെന്ന് പറയാനാണ് ഞാൻ വന്നത്. എന്റെ രക്ഷയെ ഓർത്താണെങ്കിൽ ഈ ശരീരം നശിക്കുന്നതിൽ എന്തിരിക്കുന്നു? എന്റെ ദൗത്യം നിറവേറ്റുക തന്നെ വേണം. എൻ്റെ ഒരു അപേക്ഷയാണ്. ശിവ, എന്തൊരു ഡയലോഗ്സ് ആയിരുന്നു. പിന്നെ ലാലേട്ടൻ അടിപൊളിയായിരുന്നു. എന്തായാലും മൂവിങ് ഓൺ ടു ദി കമന്റ്സ്. വിവേകേട്ടാ, നീ വളരെ ഭംഗിയായിട്ട് കണ്ടപ്പോൾ തോന്നി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാരെ നിരത്തിയിട്ടൊരു ഈ സ്റ്റേജിൽ പെർഫോം ചെയ്യണ ഒരു സ്കിറ്റായാലും പെർഫോമൻസ് ആയാലും എന്തായാലും ഇത് ആദ്യമായിട്ടായിരിക്കും. ഇത്രയും ഓരോ ക്യാരക്ടറെയും ഡിഫൈൻ ചെയ്ത് എല്ലാവരും ഒരുപാട് ആൾക്കാരെ വെച്ച് ചെയ്യുന്ന ഒരു സ്കിറ്റ് ഭയങ്കര ഗംഭീരമായിരുന്നു കേട്ടോ. പിന്നെ എന്താ പറയുക, ഹാറ്റ്സ് ഓഫ്. ഇത്രയും ഡയലോഗും ഇത്രയും കാണാതെ പഠിച്ച് ആ ഒരു ഇത് ഫുൾ ത്രോട്ടിൽ സമ്മതിച്ചെന്നിങ്ങനെ കേട്ടോ ആ ഒരു സംഭവം. എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ കഥാപാത്രങ്ങളില്ലുണ്ട്. മറ്റേ പപ്പുമായിട്ട് വന്ന ആള് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. പിന്നെ ഫസ്റ്റ് ജയറാം വന്ന് വീഴ്ച എനിക്ക് ഇഷ്ടപ്പെട്ടു. വീണ് സ്കിഡ് ചെയ്തൊരു വരക്കങ്ങ് കൂടെ അതൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ലാലേട്ടൻ ആസ് യൂഷ്വൽ നന്നായിരുന്നു. പിന്നെ ലാലേട്ടൻ വളർന്ന ലാലേട്ടനും സ്വാമിയായ ലാലേട്ടൻ കൊള്ളാം. എല്ലാം എടുത്തു പറയാനായിട്ട് എല്ലാവരും വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരുടെയും പാർട്ട് വളരെ ഭംഗിയായിട്ട് ചെയ്ത് ആ പോലീസുകാരനായിരുന്നാലും എല്ലാവരും വളരെ ഭംഗിയായിട്ട് ചെയ്തു. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. എല്ലാവർക്കും വലിയൊരു കൈയ്യടി. നിങ്ങൾ ഓരോരുത്തരും, ശിവ മാത്രമല്ല, ഓരോരുത്തരും അത് ഗംഭീരാക്കി അവരവരുടെ റോൾ എന്ന് വേണം പറയാൻ. ഇത് ഇത്രയും ഒരു വെൽ പ്ലാൻഡ്, നിങ്ങൾ ഇത്രയും പ്രാക്ടീസ് ചെയ്ത് ഒരു വെൽ പ്ലാൻ നീറ്റ് ക്ലീൻ ആക്ട് ഇത് കോറിയോഗ്രാഫ് ചെയ്ത സാറിനാണ് ഒരു വലിയ കൈയ്യടി. കാരണം ഇത്രയും പേര് അവരുടെ പാട്ട്, അത്രയും ആ തുടക്കത്തെ പാട്ട് പാടിയ ആളുടെ എക്സ്പ്രഷൻ, എൻ്റെ അമ്മേ, അത് ഓർമ്മയിലേക്കുള്ള അത് ഞാൻ വിട്ടുപോയിട്ട ആ സംഭവം. അത് വളരെ നന്നായിരുന്നു. ഒരു കണ്ണ് അടച്ചിട്ട് പാടും പോലെയൊക്കെ തോന്നിയിട്ട് എന്ത് രസമായിട്ട്, അത് ക്യൂട്ടായിരുന്നു പാടുന്നതാണ്. ഒപ്പം തന്നെ ലാലേട്ടൻ, അയ്യോ ഞാൻ വലിയൊരു ഫാനായി മാറിയിട്ടോ. അടിപൊളിയായിരുന്നു. രണ്ട് ലാലേട്ടൻ കിടിലൻ. പിന്നെ ജയറാമേട്ടൻ അടിപൊളി. എല്ലാവരും ഓരോരുത്തരെ പറ്റി പറയുകയാണെങ്കിൽ ഓരോരുത്തരും അവരവരുടെ പാട്ട് സൂപ്പറായിട്ട് ചെയ്തു. എനിക്ക് തോന്നുന്നു ഇത് എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു ആക്ട് ആയിരിക്കും ഫോർ ഷുവർ. ഒരുപാട് ഇഷ്ടപ്പെട്ടു ശിവ. കീപ് ഇറ്റ് അപ്പ്. ഇത്രയും ഡയലോഗ്സ് കാണാതെ പഠിച്ച് പറയാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി തിങ്. ശിവ ഓരോ പെർഫോമൻസ് കഴിയും തോറും ഇങ്ങനെ മേലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ആ ലാസ്റ്റ് ആ ബ്ലഡ് വന്നതൊക്കെ അയ്യോ ഭയങ്കര നന്നായിരുന്നു. ശരിക്കും നമ്മൾ ഇങ്ങനെ ഇരുന്നവര് നമ്മൾ ലാസ്റ്റ് ഇങ്ങനെ അയ്യോ ഇനി വീണിട്ട് ശരിക്കും അവിടെ വന്ന് ഇടിച്ചിട്ട് ബ്ലഡ് വന്നാണോ അങ്ങനെയൊക്കെ തോന്നിച്ചു. ശരിക്കും നല്ലൊരു എഫേർട്ടായിരുന്നു. കീപ് ഇറ്റ് അപ്പ്. ഐ റിയലി ലവ് ഇറ്റ്. It was an awesome performance. Like എൻ്റെ ലൈഫ് ടൈം ഞാൻ ഓർത്തിരിക്കും ഈ ഒരു പെർഫോമൻസ്. അത്രയും ബ്രില്യൻ്റ് ആയിരുന്നു. ആൻഡ് ശിവ, യു ആർ ജസ്റ്റ് മാജിക്കൽ. ഞാൻ ഇങ്ങനെ ഒരു കുട്ടിയെ ഞാൻ ലൈഫിൽ ഞാൻ മീറ്റ് ചെയ്തിട്ടേ ഇല്ല. സോ യു ആർ ജസ്റ്റ് എ വണ്ടർഫുൾ കിഡ്. കഴിയുമ്പോൾ തൊട്ട് സൗഭാഗ്യത്തിൽ പറഞ്ഞോണ്ടിരിക്കുക ഇങ്ങനെ ഇത്രയും കുട്ടിയിൽ തന്നെ ഇങ്ങനെ ഒരു പേഴ്സണാലിറ്റി എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള. നമ്മൾ പേഴ്സണാലിറ്റി എന്നൊക്കെ പറയുമ്പോൾ അമിതാഭ് ബച്ചൻ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് നമുക്കൊരു പേഴ്സണാലിറ്റി ടവറിംഗ് എന്നൊക്കെ തോന്നുന്നത്. ഇതൊരു കൊച്ചു കുട്ടീനെ എനിക്ക് എന്തൊരു കിടിലം പേഴ്സണാലിറ്റിയാണ് എൻ്റെ ദൈവമേ എന്ന് എനിക്ക് തോന്നിയത് ശിവാണ്. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു പറഞ്ഞാൽ അത്രയും കിടിലായിരുന്നു. ആൻഡ് ജയറാമിൻ്റെ പോർഷൻ ഞാൻ അന്തം വിട്ടുപോയിട്ട് എന്ത് കിടിലൻ എക്സ്പ്രഷൻസും ലുക്ക് വെച്ചിട്ട് കൈ എടുക്കുന്നതൊക്കെ
ഫ്ലോലെസ് ആയിട്ട് ചെയ്തു. പിന്നെ മോഹൻലാലായിട്ട് വരുന്ന 2 പേരും ഇതിന് മുന്നേ കിടുക്കിയിട്ടുള്ള ആൾക്കാരാണ്. സോ ഒരു ബഞ്ച് ഓഫ് സൂപ്പർ ടാലൻറ്റഡ് കിഡ്സ് ആയിരുന്നു എനിക്ക് സ്റ്റേജിൽ കാണാൻ പറ്റിയത് ടുഗെദർ. അതിന് ഒരു കൊറിയോഗ്രാഫറിനെ വേണം താങ്ക്സ് പറയാൻ. ശിവ അത്രയും അഡ്മിറേഷൻ ഉണ്ട് എനിക്ക്. ഞാൻ അഡ്മയർ ചെയ്യുന്ന ഒരു കുട്ടി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വിൽ ഡെഫിനറ്റ്ലി സേ ഇറ്റ് ഇസ് ശിവ. എനിക്ക് ഇതുവരെ ഒരു കുട്ടിയോടൊരു അഡ്മിറേഷൻ എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ബട്ട് ഐ റിയലി അഡ്മയർ യു. You're such a brilliant kid and hats off. Super performance. ഇത്രയും പറഞ്ഞാലും നമുക്കത് തീരുന്നില്ല. എങ്ങനെ എക്സ്പ്രസ് ചെയ്തിട്ടും ആ ഒരു ഹാപ്പിനെസ് തീരുന്നില്ല. സോ പ്ലീസ് കം ഹിയർ. ഓടി വാ. അതുപോലെ അച്ഛനും അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇന്ന് ശിവയുടെ പ്രിൻസിപ്പൽ മാമിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവളത് ഈ പ്രോഗ്രാം അവൾ തന്നെ പറയട്ടെ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് മാമിനാണെന്ന്. പിന്നെ ഇന്ന് നല്ലൊരു സന്തോഷകരമായൊരു സംഭവം ഉണ്ടായി. ഇന്ന് ഉച്ചയ്ക്ക് മേനോൻ സാർ, ബാലേന്ദ്ര മേനോൻ സാറ് വിളിച്ച് വാട്സപ്പ് ചെയ്തിരുന്നു. ഇവളുടെ പെർഫോമൻസ് കണ്ടു, രേവതിയെ ഉൾക്കൊണ്ടുകൊണ്ട് അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ അഭിനന്ദനങ്ങളെന്ന് പറഞ്ഞു. ശിവ സാറിനെ പോലെ ഒരാള് പറഞ്ഞു കഴിഞ്ഞാൽ അത് അൾട്ടിമേറ്റ് ആണ്. ഇതും കൂടി കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും? എത്രയോ പേര് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടറും കൂടിയാണ്. അപ്പൊ സാറ് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് an ultimate award for you, Shiva. Super. Congratulations. Thank you. ഇന്ന് എൻ്റെ ഷൈനി മാമിന്റെ ബർത്ത്ഡേ അല്ലേ, നിങ്ങളൊന്ന് വിഷ് ചെയ്യോ? തീർച്ചയായിട്ടും. നമ്മളെ ശിവയുടെ ഷൈനി മാമിന് ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. അതുപോലെ അമ്മ വേറെന്തോ പറയാം. അവളുടെ മാം അവൾക്ക് ആദ്യമായി പറഞ്ഞു കൊടുത്ത പാട്ട്, അവളെ സ്റ്റേജിൽ കയറി ഇംഗ്ലീഷ് പാട്ട് ആദ്യമായി പാടിയ ഒരു പാട്ടുണ്ട് മാം പഠിപ്പിച്ചു കൊടുത്ത്. ഓക്കെ, ആക്ഷൻ സോങ് ആണ്. മാമിന് ഡെഡിക്കേറ്റ് ചെയ്തിട്ട്. Come on. Okay. Raindrops on roses and whiskers on kittens, bright copper kettles and warm woolen mittens, brown paper packages tied up with strings. These are a few of my favorite things. Girls in white dresses with blue satin sashes, snowflake that stay on my nose and eyelashes, silver white windows that melt into springs. These are a few of my favorite things. When the dog bites, when the bee stings, when I'm feeling sad, I simply remember my favorite things, and then I don't feel so bad. And അത് ഞാൻ എടുക്കൂട്ടോ, അതൊരു മോറലാണ് എനിക്ക്. When I feel so bad, I'll think of my favorite things. That's superb. ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ശിവ. So good. Amma, tell me a favorite thing which you will think. Mine? Yeah. When you are sad. Chicken. Vivek said a favorite thing. Workout. Vamsha, a favorite thing. സമ്മതിച്ചു പറയൂ. Dogs. You? Dogs. Dance. So nice. ശിവയുടെ സിനിമയാണ്. It's there in her blood അല്ലേ? Yes. അപ്പൊ ശിവ അടുത്ത പ്രാവശ്യത്തേക്ക് ഓൾ ദി വെരി ബെസ്റ്റ്. Thank you. ശിവ ഇതുപോലെ തന്നെ എപ്പോഴും ഞങ്ങൾ എത്തിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. Fashion partner for Vivek Gopan, Malavika Nair and Rimsha, Central Mall, Trivandrum. Costume courtesy for Saubhagya Venkatesh, Fashion Floor, India. Accessories courtesy for Malavika Nair and Rimsha, Alfonsa.